റിയൽ മാഡ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസാക്ഷിയില്ല, ക്രൂരന്മാരാണ് എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിത്തരാനാണ് ഇന്നലത്തെ മത്സരം. ലാ ലീഗയിൽ റിയൽ മാഡ്രിഡിലെ ഓരോ പ്ലേയേഴ്സും ബൂട്ട് കെട്ടി എന്നുള്ളതാണ് കേട്ടോ. കാരണം മലോർക്ക എന്ന് പറയുന്ന ക്ലബിന് റെലഗേഷനിലേക്ക് പോകേണ്ടി വരുമോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, ഞങ്ങളില്ലേടാ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി തോറ്റുകൊടുത്തൊരു റയൽ മാഡ്രിഡിൻ്റെ കഥയാണ് ഈ മത്സരത്തിൻ്റെ 3 പോയിന്റ് ആയിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യപരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മാച്ച് തന്നെയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FC ബാഴ്സലോണ ഈ ഒരു ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പണൻറ്റുമായിട്ടാണ് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. സോ അതിൽ തോൽവിയോ സമനിലയോ വരുന്ന സമയത്ത് നമ്മൾ ജയിക്കുകയും പോയിന്റിലൊരു ഡിഫറൻസ് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിലാണ് ലാലിഗയുടെ ടൈറ്റിൽ റേസിന് വേണ്ടി കുറച്ചും കൂടി ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുക. പക്ഷെ ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബാണെന്നുണ്ടെങ്കിലും അവർക്കും മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. പാവം മലോർക്ക ക്ലബിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരിക്കലും ജയിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആവുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം അവർ അത്രയും ക്രൂരന്മാരല്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. ഇതൊരു ഊക്കലാണെങ്കിലും രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗം ഇവരെല്ലാം തിരിച്ചു വന്നു, ഭയങ്കര സംഭവമാണ്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എംബാപ്പയെ കുറിച്ച് ഓൾറെഡി നമ്മൾ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും എംബാപ്പെ ടീമിലേക്ക് വരുമ്പോൾ അത് റിയൽ മാഡ്രിഡിന് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെയാണ് കോച്ചിൻ്റെ കാര്യം. കോച്ചിനാണെന്നുണ്ടെങ്കിൽ വലിയ ടീമുകളുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജയം സംഭവിക്കുന്നുണ്ടെങ്കിലും ചെറിയ ടീമുകളുമായിട്ട് അടി വാങ്ങി മെഴുകുക എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥിരം പല്ലവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. ആൻഡ് എംബാപ്പയെ വലിക്കണമെങ്കിൽ എംബാപ്പയെ വലിക്കാൻ അല്ലെങ്കിൽ മാറ്റാൻ കേപ്പബിൾ ആയിട്ടുള്ള അങ്ങനെ സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന ഒരു കോച്ച് വരുന്നത് വരേക്കും ഇതുപോലുള്ള അട്ടിമറികൾ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണല്ലോ, അതുപോലുള്ള സംഭവങ്ങൾ എന്തായാലും റയൽ മാഡ്രിഡ് ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോസിറ്റീവ് കാര്യങ്ങൾ ഈ മൂന്നാമത്തെ പോയിന്റിൽ പറയാം. ഒന്ന്, മിലിറ്റാവോയുടെ ഗോൾ തന്നെയാണ് കേട്ടോ. അടിപൊളി സാധനം തന്നെയാണ്, പുള്ളി തിരിച്ചു വരവ് അറിയിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വിനീഷ്യസ് ജൂനിയർ സബ്ബായിട്ടാണ് ഇറങ്ങിയെങ്കിലും കുറച്ചും കൂടി ഇമ്പാക്റ്റ് കൊണ്ടുവന്നു എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. മൂന്നാമത്തെ കാര്യം, തിയാഗോ പിട്രാച്ച് എന്തുകൊണ്ട് അവനെ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവന്നില്ല, അത് കോച്ചിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. സോ നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ചുള്ള ഒരു 3 പോയിന്റുകൾ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറോ.